ഗുരുവായൂർ ഏകാദശി. രചന ഡോക്ടർ ഷീല KB. ആലാപനം സുഗതകുമാരി ശശിപ്രകാശ്. ഇന്നു ഞാനൊരു തുളസീഹാരവുമായി എൻ്റെ ചെന്താമരാക്ഷനെ കാത്തുനിന്നു. ഈ ഗുരുവായൂരമ്പലനടയിൽ പൂഴിയിട്ടാൽ താഴാത്ത ക്ഷേത്രനഗരിയിൽ ഭൂലോക വൈകുണ്ഠനാഥൻ പുല്ലാങ്കുഴലുമായി വന്നെത്തി. ഈ ദശമി നാളിൽ കുസൃതിയോടെ വെൺകൊറ്റക്കുട ചൂടി സ്വർണ്ണക്കോലത്തിലെഴുന്നള്ളി. നാളെ ഏകാദശി തൊഴാൻ ഞാനും വരട്ടെ കണ്ണാ. എന്നെ നീ തിരിച്ചറിയില്ല എങ്കിലും ആ ഭക്തിയാരാമത്തിൽ ഞാൻ പൂത്തു നിൽക്കും. പ്രാണനെ തഴുകിടും പൂങ്കാറ്റിൽ ലയിച്ചു നിൽക്കും. പാൽപായസമൂലം കവിളിണയിൽ ചുംബിക്കും. മഞ്ചാടിക്കുരുവുമായി നീ കളിയാടിടുമ്പോൾ വാരിയെടുത്തു ഞാൻ മാറോടണയ്ക്കും. ഓടക്കുഴൽ ഞാൻ ചേർത്തു വയ്ക്കും. നിൻ കാൽത്തളയിൽ ഞാൻ താളമിടും. എന്തിനെന്നറിയില്ല കണ്ണാ, ഞാൻ ഇത്രമേൽ നിന്നെ സ്നേഹിക്കുന്നതെന്ന്. എന്തിനെന്നറിയില്ല കണ്ണാ, ഞാൻ ഇത്രമേൽ നിന്നെ സ്നേഹിക്കുന്നതെന്ന്. വൃന്ദാവനത്തിലെ രാധതൻ സഖിയാവാൻ വരും ജന്മത്തിലെങ്കിലും അനുഗ്രഹിക്കുമോ? വൃന്ദാവനത്തിലെ രാധതൻ സഖിയാവാൻ വരും ജന്മത്തിലെങ്കിലും അനുഗ്രഹിക്കുമോ? 33 ദേവകൾ എഴുന്നള്ളും വൈകുണ്ഠനാഥനെ കാണാൻ ഏകാദശി നാളിൽ ആ പുണ്യമഹാപൂരം ദർശിക്കുന്നവർക്കെല്ലാം ദേവാദിദേവകളുടെ എല്ലാം അനുഗ്രഹവും ലഭിക്കും. ആ പുണ്യമഹാപൂരം ദർശിക്കുന്നവർക്കെല്ലാം ദേവാദിദേവകളുടെ